കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലൊരു കുടുംബത്തിൽ നിന്നാണോ എന്റെ മകൻ പെണ്ണ് കെട്ടണത്? അമ്മേ, ഞാൻ പറയുന്ന പൊന്നെടുക്കാൻ പണമില്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ. കട്ട് മോഷ്ടിച്ച് നടത്തുന്ന കല്യാണത്തിന് പിന്നാലെ വീട്ടിൽ പോലീസ് കയറുന്നിറങ്ങാനേ ഈ വിജയലക്ഷ്മി സമ്മതിക്കില്ല. വിജയന്റി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. നീ മുൻകൈ എടുത്ത് ഈ വിവാഹം നടത്തുമെന്നാ ഞാൻ കരുതിയത്. ഒടുവിൽ നീ തന്നെ ഈ കല്യാണം മുടക്കി. അതിനാരാ പറഞ്ഞ കല്യാണം മുടങ്ങിന്ന്? അത് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ശാലിനിയും ശാരദാമ്മയും നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. എന്റെ വീടിന്റെ ആധാരമായിട്ട് ഈ കല്യാണത്തെ കൂട്ടി കുഴക്കണ്ട. അത് വേറെ വിഷയമല്ലേ. എന്റെ അമ്മയ്ക്ക് 6 മണിക്ക് മുമ്പ് ആധാരം എടുത്തു കൊടുക്കണമെങ്കിൽ അത് എടുത്തു കൊടുത്തിരിക്കും വിഷ്ണു. കുറ്റാരോപണം എന്റെ ഭാര്യയുടെ മേലെ ആയതുകൊണ്ട് അത് എന്റെ ബാധ്യതയാ. നോക്കൂ, ഇതൊക്കെ ഒരു വീടിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട തർക്കങ്ങളല്ലേ. അതും നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്റെ അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സത്യഭാമയുടെ മകനായി പറയുന്ന എല്ലാം ശരിയാക്കാം. നമുക്കിപ്പോ കല്യാണം നടത്താം. ഇനിയെങ്കിലും ഇവരെ തമ്മിൽ പിരിക്കാൻ പാടില്ല. അതുകൊണ്ടാ. അതെ വിജയേ, കേസും കൂട്ടൊന്നുമില്ലെങ്കിൽ നമുക്കിതങ്ങ് നടത്താം. 30 പവൻ കിട്ടുന്നല്ലേ. വേറൊരു കല്യാണത്തിന് ഇവ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോ ഇതാ ലാഭം. നമ്മുടെ ദാക്ഷിണ്യത്തിൽ കല്യാണം നടന്നു എന്ന് വന്നാ നമുക്ക് ഇനിയും പൊന്നും പണവും ഊറ്റാവല്ലോ. വിജയലക്ഷ്മി, എന്റെ മകളുടെ ജീവിതം തകർക്കരുത്. തെറ്റാരുടേതായാലും ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിച്ചോളാം. ഇപ്പൊ ഈ വിവാഹം നടന്നേ തീരും. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്നൊന്നും എനിക്കില്ല. ഇതിന്റെ പേരിൽ എന്റെ മകനോ ഞങ്ങൾക്കോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ കല്യാണം നടത്താം. അക്കാര്യത്തിൽ ഞാനാ വാക്കരുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ, കെട്ടുന്നെങ്കിൽ കെട്ട്. രാജീവ് സാറേ, തിരുവേനി ആ ചടങ്ങുകളൊന്ന് തുടങ്ങിക്കോളൂ. അല്ല, എന്തെല്ലാരും നിൽക്കുന്ന ഇരിക്കൂ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. രാജീവ് സാറേ നിക്ക്. അതെന്തുവാ? അതെ, എന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ഇയാൾക്ക് എന്തു തീരുമാനം വേണ്ടേ? മനസ്സിലായില്ല. എനിക്ക് എന്റെ സ്വർണം വേണം. 10 ലക്ഷം രൂപയും. ഞാനല്ലേ വാക്ക് പറയുന്നേ. ഇയാളുടെ വാക്കിനും ചാക്കിനും ഒന്നും ഒരു വിലയില്ലടോ. സത്യഭാമയുടെ മകനെന്നല്ലാതെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ലേബലുണ്ടോ? ഒരു ജോലിയോ വരുമാനോ എന്തെങ്കിലും ഇല്ലല്ലോ. ഇയാളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് സത്യാമ്മയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാനെന്ത് വിശ്വസിച്ചാടോ ഈ പണമെല്ലാം ഇറക്കുന്നത്? സാമൂഹ്യ സേവനത്തിനോ? ഞാൻ പറയുന്നു. സോറി, ഇയാൾ ഇനി സംസാരിക്കണമെന്നേ ഇല്ല. നമ്മളൊന്നും ഒരു ഇടപാടുമില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നേ? എടി കൊച്ചേ, എനിക്കെന്റെ സ്വർണം വേണം ഇപ്പൊ തന്നെ. മുതലാളി, വൈകിട്ട് ഞാൻ എന്റെ വീടിന്റെ ആധാരം കൊണ്ടുവന്ന് തരാം. സത്യമയുടെ ആധാരം ഞാൻ തന്നെ തിരികെ കൊടുത്തോളാം. അതോടെ തീരുമല്ലോ മുതലാളിയുടെ പ്രശ്നങ്ങള്. അതിനൊന്നും ഒരു ഉറപ്പുമില്ലല്ലോ കൊച്ചേ. കയ്യിലെ കാശ് വായിലെ ദോശ, അതാണ് പോളച്ചന്റെ ലൈഫ്. ഞാൻ തന്ന ആ 30 പവൻ തിരിച്ചു തന്നേക്ക്, ഞാൻ പൊക്കോളാം. മുതലാളി, ഞങ്ങള്
വേണ്ട മോളെ. അന്യന്റെ അധ്വാനത്തിലോ കരുണയിലോ ശാരദാമ്മയ്ക്കും മക്കൾക്കും ഒരു നേട്ടവും വേണ്ട. അത് അയാളുടെ മുതല, തിരിച്ചു ചോദിച്ചാ കൊടുക്കണം. മോളെ പാടി. ൂരടി അമ്മ. ഇങ്ങനത്തെ രണ്ട് വളെ ഒരു മാലയും ഇതേ കുറവുണ്ട്. അതല്ലേ ഈ ഇട്ടിരിക്കുന്നത്? ഞാനോ? അതെ, എന്റെ സ്വർണം കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ഇങ്ങോട്ട് ഊര് പെണ്ണുപിള്ളേ. ഊര്. ഞാൻ ഊരണോ? ഓ, ഊരണം. ഊര്. അങ്ങനെ അതിനൊരു തീരുമാനമായി. ശാരകയുടെ ജീവിതം കട്ടപ്പോക. ഇനി ഇവിടെ എന്ത് കാണാന്? എനിക്ക് എന്റെ 30 പവൻ തിരിച്ചു കിട്ടി ബോധിച്ചു. ഇനി നമുക്കിടയിൽ ഒരു ഇടപാടുണ്ട്. ഇവിടെ ഇപ്പം പൊടിച്ചോണ്ടിരിക്കുന്ന 10 ലക്ഷം അതെനിക്ക് 3 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ഇയാളിപ്പോ ആവശ്യപ്പെട്ടത് കിട്ടിയില്ലേ? ഇനിയോ 10 ലക്ഷം രൂപയുടെ ഇടപാട് 3 ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കും. ഇയാൾ ഇറങ്ങി പോണോ? ശരി.
വിജയലക്ഷ്മി ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ നടന്നത്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്ര അപമാനിക്കപ്പെട്ടിട്ടില്ല. ആദ്യം നിങ്ങളെ നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്റെ മകനെ അപമാനിച്ചു. ഇപ്പൊ എന്നെ, ഈ വിജയലക്ഷ്മിയെ. ഇനി കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അയ്യോ, എന്റെ മകൻ ഇനി വേറെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഇനി വേണ്ട. എന്റെ അമ്മ, ഞാൻ പറയുന്നൊന്ന് നീ പോടാ. നീ കണ്ടു നിന്നല്ലേടാ നാണം കെട്ടവനെ എല്ലാം. നിന്റെ പെറ്റമ്മയെ അപമാനിച്ചത്. കാൽ കാശിന് കൈ നീട്ടേണ്ടി വരുന്ന ബന്ധു ആലോചിച്ച ഇതാ ഫലം. മുന്നോട്ട് പോയാ ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. വിജയലക്ഷ്മി, ഞാൻ പറയുന്നതൊന്ന് നടക്കില്ല ശാരദാമ്മേ. ഞാനിട്ട ഈ പൊന്ന് എന്റെ ശരീരത്തിൽ നിന്ന് ഉരിച്ച് പരസ്യമായി എന്നെ അപമാനിച്ചതാണെങ്കിൽ ഈ ബന്ധം നടക്കില്ല. മകൾ സുമംഗലിയാവുന്നത് ദൂരെ മാറി നിന്നെങ്കിലും കാണാമെന്ന ഈ പാപിയായ അച്ഛന് ഇത് കാണാനാണല്ലോ ഭഗവാനെ വിധി. വിജയന്റെ പൊറുക്കണം. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റല്ല. അതിന്റെ പേരിൽ എന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കരുത്. രാജീവ് സാറുമായിട്ടുള്ള കല്യാണം മുടങ്ങിയ ശാരികേച്ചിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല. സഹായിക്കണം വിജയന്റെ, രക്ഷിക്കണം. രക്ഷിക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഭാവിയാ ഒരു വാക്കില്. എനിക്കുണ്ടായ അപമാനത്തിന് എന്നെ എത്ര വേണേലും ശിക്ഷിക്കാം, എങ്ങനെ വേണമെങ്കിലും. പക്ഷെ പാവം ശാരികേച്ച് ശിക്ഷിക്കരുത്, പ്ലീസ് പ്ലീസ്. എഴുന്നേക്കടി. എന്റെ വിവാഹത്തിന് സമ്മതം പറഞ്ഞാലേ ഞാൻ എണീക്കും. നിന്നോട് എഴുന്നേക്കാനാ പറഞ്ഞത്. എഴുന്നേക്കാൻ. മോളെ, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്ന് എനിക്കില്ല. കല്യാണം നടത്താം, പക്ഷേ ഒരു ഉപാധിയുണ്ട്. എന്താ വേണ്ടെന്ന് ആന്റി പറയും. എന്റെ ജീവൻ കൊടുത്താലും ഞാൻ സാധിച്ചു തരും. നിന്റെ ജീവനൊന്നും എനിക്ക് വേണ്ട. ആ ആഭരണങ്ങൾ എനിക്ക് മടക്കി കിട്ടും. അത് കഴിഞ്ഞ് മാത്രം കല്യാണം. ഇതേ പന്തലിൽ ക്ഷണിക്കപ്പെട്ട ഇതേ ആൾക്കാർക്ക് മുന്നിൽ ഇന്ന് തന്നെ. ഞാൻ കൊണ്ടുവരാം ആന്റി. 1 മണിക്കൂർ അത്രേ ഉള്ളൂ നിനക്ക് സമയം. ആ 1 മണിക്കൂറിനുള്ളിൽ നിനക്ക് ആഭരണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കില്ല. ഈശ്വര, ഒരിക്കലും.
മോളെ ശാലിനി, ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ആഭരണങ്ങൾ എത്തിച്ചിരിക്കും ആന്റി. നിനക്കുള്ള സമയം ഇപ്പൊ തുടങ്ങാം. ശരി ചേച്ചി, ചേച്ചി പേടിക്കണ്ട. ഈ കല്യാണം അത് നടക്കും ഇന്ന് തന്നെ. നടത്തിയിരിക്കും ഈ ശാലിനി. സർ, അമ്മേ, ഞാൻ പോയിട്ട് വരാം. മോളെ നീ ആരും പോയി കളയരുത്. ഈ വിവാഹം ഇതേ പന്തലിൽ 1 മണിക്കൂറിനുള്ളിൽ നടന്നിരിക്കും. ആന്റി, ഞാൻ സ്വർണ്ണമായിട്ട് വരാം. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ 1 മണിക്കൂർ സമയം. ഭാമ ഇതുവരെ കാണുന്നില്ലല്ലോ മോളെ. സുസ്മിതയെ കൂടെ അയക്കാൻ അച്ഛൻ എന്തിനാ സമ്മതിച്ചത്? അവൾ ഈ പ്രശ്നം മാക്സിമം കുളമാക്കും. ഭാമ അവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയതല്ലേ. ഭാമയ്ക്ക് ആരെക്കാളും വിശ്വാസം അവളെയാ. പാവശാലിനി. എന്താ ഭാമേ, ആ രാജേശ്വരി പറഞ്ഞ പച്ച കള്ളമല്ലേ? ശാലിനി പണയം വെച്ചത് നമ്മുടെ വീടിന്റെ ആധാരം അല്ലല്ലോ. രാജേശ്വരി പറഞ്ഞത് സത്യോ? ശാലിനി പോളച്ചിന് പണയം വെച്ചതും അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് പണം പൊടി പൊടിച്ചതും നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് തന്നെയാ. അതെങ്ങനെ ശരിയാവും? ഈ അങ്കിളിന് എന്താ ഇനിയും സംശയം? രാജേശ്വരിയും പോളച്ചനും പറയുന്നത് വിശ്വസിക്കണ്ട. ഭാമാന്റെ കള്ളം പറയോ? നെല്ലും പതിരും ഇന്നത്തോടെ തിരിയും രാഘവേട്ട. അവളെ കൊണ്ട് ഇതിനെല്ലാം മറുപടി പറയിച്ചിരിക്കും ഞാൻ. ആന്റി, ഒരു ഗസ്റ്റ് ഉണ്ട്. ഭാമേ, ശാലിനിക്ക് പറയാനുള്ള എന്താന്ന് കേക്ക്. സത്യമ്മ എന്നെ അകത്ത് പോവാൻ അനുവദിച്ചില്ലെങ്കിൽ എന്റെ ശാരികച്ചിയുടെ കല്യാണം നടക്കില്ല. അന്യന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെച്ചുള്ള കല്യാണം ഒന്നും നടക്കാതിരിക്കുന്നതാടി നല്ലത്.
സുസ്മിതേ, നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. 1 മണിക്കൂറിനുള്ളിൽ ആഭരണങ്ങൾ തിരികെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ രാജീവ് സാറിന്റെ വീട്ടുകാര് കല്യാണത്തിൽ നിന്ന് ഒഴിയുന്നാ പറയുന്നത്. ഓഹോ, അപ്പൊ പോളച്ചൻ സ്വർണം തിരികെ വാങ്ങിച്ചോണ്ട് പോയി. വെരി ഗുഡ്. അകത്ത് കയറി ഞാൻ എന്റെ വീടിന്റെ ആധാരം എടുത്തോണ്ട് പോയി പോളച്ചന് കൊടുത്തിട്ട് സത്യമ്മയുടെ വീടിന്റെ ആധാരം തിരികെ കൊണ്ടുവന്ന് തരാം. ആഭരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്റെ ശാരികയുടെ കല്യാണം മുടങ്ങും.